ദിവസമായിരുന്നു യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് യുവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ ഒരു യുവാവ്, അതായത് ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്തത്. ഈ ഒരു വിഷയവുമായി നമ്മളോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് രാഹുൽ ഈശ്വറാണ്. നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം ഈ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെ ഒരു യുവാവ് ജീവനൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനു മുൻപും ഇത്തരത്തിൽ പല പെൺകുട്ടികളും ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന പുരുഷന്മാരുടെ ഫോട്ടോ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും അത് വലിയ റീച്ചുകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനു മുൻപുണ്ടായിരുന്ന പല കേസുകളിലും പെൺകുട്ടിക്ക് വേണ്ടി വാദിച്ചവരാണ് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള പല പെൺകുട്ടികളും. പക്ഷേ ഇന്നത്തെ ഈ ഒരു കേസിൽ നമുക്ക് അതിന് സാധിക്കുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഇത്രയും വലിയൊരു തെറ്റുണ്ടായതുകൊണ്ടാണ്. ഇവിടെയാണോ യഥാർത്ഥത്തിൽ മെൻസ് കമ്മീഷന്റെ ആവശ്യകത തുറന്നു കാണിക്കുന്നത്? 100% ഹർഷ, അങ്ങനെ തന്നെയാണ്. ഇവിടെയാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യകത തുറന്നു കാണിക്കേണ്ടത്. രണ്ട്, അങ്ങനെ ബസ്സിൽ അതിക്രമം നേരിട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ഹർഷ അടക്കമുള്ളവർ വോയിസ് ചേർത്തത് വളരെ സ്വാഗതാർഹമാണ്, അഭിനന്ദനാർഹമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ശരിക്കുള്ള പരാതികളും സത്യത്തിലുള്ള പരാതികളുടെയും കൂടെ നിൽക്കണം. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? റീച്ചിനും ലൈക്കിനും വേണ്ടി ഒരു പെൺകുട്ടി എഡിറ്റഡ് ആയിട്ടുള്ള വീഡിയോ സ്ലോ മോഷൻ അടക്കം ഉപയോഗിച്ച് കാണിക്കുകയും ചെയ്യാത്ത തെറ്റൊരാൾ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് യാതൊരു സംശയവുമില്ല, ഇന്നും പറയാൻ ഇന്നും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. ഞങ്ങൾ ആണുങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ഒരിക്കലും ആരും തോണ്ടാനും പിടിച്ചാലും ഒന്നും വരാറില്ല. ഞങ്ങൾക്ക് സെറ്റീപ്പൻ ഉപയോഗിച്ച് കയറേണ്ടി വരാറില്ല. അതുകൊണ്ട് പെൺകുട്ടികൾ തന്നെയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നത് ആർക്കും തർക്കമില്ല. എന്നാൽ ആ വിടവിൽ, ആ ഗ്യാപ്പിൽ ഈ വിഷയത്തെ ദുരുപയോഗം ചെയ്യുന്നവരാണ് പ്രശ്നം. അതായത് പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഇനിയും ശബ്ദം ഉയർത്തണം, ഞാനും കഴിയുന്നത്ര ശബ്ദം ഉയർത്താം. വേണ്ട രീതിയിൽ ശബ്ദം ഉയർത്താൻ പറ്റാത്തതിന് മസ്താനിയോട് ഞാൻ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സവാദിന്റെ വിഷയത്തിൽ. ഞാൻ സവാദിനെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ രണ്ടാമത്തെ തവണ ഉണ്ടായപ്പോൾ ഞാൻ മസ്താനിയെ വിളിച്ച് ആദ്യ തവണ മസ്താനിയെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷയത്തിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ അവരോടൊപ്പം തന്നെയാണ്. എന്നാൽ വ്യാജ പരാതികൾ വരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ പിന്തുണയ്ക്കണം, ഇല്ലെങ്കിൽ ഇതേപോലുള്ള ദീപകുമാർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നമ്മളാൽ കഴിയുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷൻ ദീപകിന്റെ ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ട്. 1 ലക്ഷം രൂപ നമ്മളിപ്പോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദീപകിന്റെ ഫാമിലിക്ക് കൊടുക്കും. കഴിയുന്നത്ര ദീപകിന്റെ ഫാമിലിക്ക് നിയമസഹായം അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കും. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവനോടൊപ്പമോ അവളോടൊപ്പമോ അല്ല, സത്യത്തോടൊപ്പമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്. ട്രൂത്താണ് ഇവിടെ പ്രധാനം, ഫാക്ട്സ് ആണ് ഇവിടെ പ്രധാനം എന്ന് നമ്മൾ ഓർക്കണം. ആരുടെ കൂടെയാണ് സത്യം? നമ്മൾ അവരോടൊപ്പമാണ്. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ ഈ പരാതി ഇങ്ങനെ നൽകിയെന്ന് പറയുമ്പോഴും പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കുന്ന ഒരു സാഹചര്യം വന്നാലും എത്രത്തോളം ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോകുന്നത്? വളരെയധികം ആത്മഹത്യാ പ്രേരണയ്ക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. IT ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ശിക്ഷയൊന്നും ഇല്ലെങ്കിലും, അതായത് ഒരു ദിവസം ജയിലിൽ കിടക്കണം. ആത്മഹത്യാ പ്രേരണ വളരെ ഗൗരവമായ ഒരു കുറ്റമാണ്. തെളിയിക്കാനൊക്കെ വർഷങ്ങൾ എടുക്കും, അതിന് സംശയമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിൽ ആ പെൺകുട്ടിയും ഇനി ഭാവി വരാൻ പോകുന്ന പെൺകുട്ടികൾക്കും ഇതൊരു പാഠമായി മാറണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ആ പെൺകുട്ടിയോടും പ്രതികാരമല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം റിവെഞ്ച് അല്ല, നമ്മുടെ ഉദ്ദേശം ജസ്റ്റിസ് ആണ്. റിവെഞ്ചും ജസ്റ്റിസും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പ്രതികാരമല്ല, നീതിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിട്ടപ്പോൾ പെൺകുട്ടിയുടെ മുഖം ബ്ലർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തിയുടെ മുഖം ക്ലിയർ ആക്കിയും കൊണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും ഇന്നും ഇത്തരത്തിൽ തെറ്റ് ചെയ്യുന്നവരുടെ മുഖം ഇപ്പോഴും പെൺകുട്ടിയാണെങ്കിൽ ബ്ലർ ആക്കുകയും പുരുഷന്മാരാണെങ്കിൽ അതിനെ തുറന്നു കാണിക്കുന്ന ഒരു സാഹചര്യം മീഡിയയുടെ ഭാഗത്തു നിന്ന് പോലും നമ്മുടെ നാട്ടിലുള്ള ഒരു ദുരവസ്ഥ. ആയിക്കോട്ടെ, കാര്യം ഈ പെൺകുട്ടി നാളെ ഏതെങ്കിലും ഒരു പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ് അതിജീവിത എന്ന് സ്വയം ക്ലെയിം ചെയ്താൽ, അവകാശപ്പെട്ടാൽ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാൻ ആ പെൺകുട്ടിക്ക് പറ്റും. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതാണ് അതിന്റെ ഒരു കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പോലും പറയാത്തത്. നമ്മൾ ഈ വിഷയത്തെ വ്യക്തിയല്ല ഇവിടുത്തെ പ്രശ്നം, ആ നടപടിയും നിലപാടുമാണ്. ആ മിതത്വത്തിൽ നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യണം. ഇതിനെ വർഗീയവൽക്കരിക്കരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത്. പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനെ വർഗീയവൽക്കരിക്കരുത്, രാഷ്ട്രീയവൽക്കരിക്കരുത്. നമ്മുടെ മലബാർ ഗോൾഡിന്റെ ശ്രീ ഫൈസലിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയും അദ്ദേഹം 1 ലക്ഷം രൂപ തരാമെന്ന് പറയുകയും ചെയ്തു. കുറച്ച് ക്യാഷ് നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പോസിറ്റീവ്ലി ചെയ്യാൻ പറ്റൂ. ആ പെൺകുട്ടിയോടും പ്രതികാരമല്ല, പക്ഷെ ദീപത്തിന് നീതി, അതാണ് വേണ്ടത്. ഈ നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും റിവെഞ്ചും ജസ്റ്റിസും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ്. റിവെഞ്ച് വേറെ, ജസ്റ്റിസ് വേറെ, പ്രതികാരം വേറെ, നീതി വേറെ. അതായത് നീതിക്ക് നിയമത്തിന്റെ അടിസ്ഥാനമുണ്ട്, സത്യത്തിന്റെ അടിസ്ഥാനമുണ്ട്. റിവെഞ്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും അവളും കുറച്ചു കാലം ജയിലിൽ കിടന്നാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് അടക്കം ഈ വിഷയം അഡ്രസ് ചെയ്യുന്ന പോലുമില്ല. നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഈ വിഷയത്തെ കുറിച്ച് മിണ്ടുന്ന പോലുമില്ല. യഥാർത്ഥത്തിൽ ദീപക്കിന്റെ അനുശോചനമൊക്കെ ഈസി ആയിട്ട് രേഖപ്പെടുത്തായിരുന്നു.
അതൊന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചില സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനലുകളിലൂടെ പുറത്തു വന്നത് പെൺകുട്ടിയുടെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം വളരെയധികം മോശമായ ഒരു രീതിയിലായിരുന്നു. ഇത് ഒരുപക്ഷെ ഈ പെൺകുട്ടി അത് ഈ അവസരത്തിലായോണ്ടാവരുത്. അതായത് ഇനി ഈ പെൺകുട്ടി ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം തെറ്റാണെന്നോ നല്ല കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ ഗൂഢാലോചനയാണെന്നൊന്നും ആരും പറയരുത്. അതെ അതെ ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, അത് തെറ്റ് തന്നെയാണ്. തെറ്റ് മാത്രമല്ല, കുറ്റമാണ്, പാപമാണ്, സംശയമൊന്നുമില്ല. തെറ്റാണ്, കുറ്റമാണ്, പാപമാണ് എന്ന് പറഞ്ഞ് ഇവർ സൈക്കോളജിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. മുൻ ജനപ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് ഇനി ഇവർ കുഞ്ഞിലെ ചെറുപ്പകാലത്ത് തൊട്ട് ചെയ്ത എല്ലാ നന്മകൾക്കും പിന്നിൽ ഗൂഢാലോചന എന്നൊന്നും പറയണ്ട. അവിടെയാണ് നമ്മുടെ ആൾക്കാർക്ക് ഒരു മിതത്വം പലപ്പോഴും ഇല്ല, ഒരു മെഷർ ഇല്ല, ഒരു സന്തുലനം വേണം, ഒരു ബാലൻസിലേ നമ്മളിത് കാണാവൂ. ഇതുകൊണ്ട് ഇവരുടെ വീട്ടിൽ കല്ലെറിയണം, ഇതുകൊണ്ട് ഇവളെ കല്ലെറിയണം എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ അങ്ങനെയല്ല. പകരം ഈ പെൺകുട്ടിക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ട്, ആനുപാതികമായിട്ട് എന്താ പറയുക, അതിന് ശിക്ഷ അനുഭവിക്കണം. 2, ഇവന് നീതി കിട്ടണം. അതാണ് ആദ്യം. അതായത് ദീപക്കിന് നീതി കിട്ടണം, സപ്പോർട്ട് കിട്ടണം എന്നുള്ളതാണ് ആദ്യം. പെൺകുട്ടിക്ക് ശിക്ഷ കിട്ടണമെന്നുള്ളത് സെക്കൻഡറിയാണ്. അതെ, കൃത്യം. പക്ഷെ ഈ പെൺകുട്ടി പറയപ്പെടുന്നുണ്ട്, അതായത് വീഡിയോ എടുത്തു വെച്ചത് തെളിവോട് കൂടി ചോദിക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ള വീഡിയോയിലൊന്നും ഇല്ല. വീഡിയോയിലൊന്നും ഇല്ല എന്നുള്ളതാണ് തമാശ. വീഡിയോയിൽ ഏകമുള്ള കാര്യം ദീപക്കിന്റെ മുട്ട് ഈ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ സൈഡിലൂടെ പോകുന്നതാണ്. അപ്പൊ അത് ഒരാളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ബാഗ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ കൈമുട്ട് സൈഡിലേക്ക് പോകുമല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിച്ചാൽ മതി, കൂടുതലൊന്നും ആലോചിക്കണ്ട. ഈ പെൺകുട്ടി കണ്ടക്ടറോട് പരാതി പറഞ്ഞു, ഇല്ല. ഈ പെൺകുട്ടി അവിടെ നിൽക്കുന്ന ദീപക്കിനോട് മാറി നിൽക്കാൻ പറഞ്ഞു, ഇല്ല. ഈ പെൺകുട്ടി മാറി നിന്നോ, ഇല്ല. ഇങ്ങനെ യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ മനഃപൂർവ്വം ഒരു വ്യക്തിയുടെ ജീവനും ജീവിതവും സ്വന്തം കോണ്ടന്റിനും ലൈക്കിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് പ്രശ്നം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ മസ്താനിയാണ് ഇതെനിക്ക് തോന്നുന്നു ട്രെൻഡായി മാറിയത്. മസ്താനിയുടെ ആ ഒരു വീഡിയോയ്ക്ക് പിന്നാലെ പലരും ഇത് ആവർത്തിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പിന്നീട് ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും പക്ഷെ ബസ്സിൽ വെച്ചിട്ടൊരു വൃദ്ധനായ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയാ, അദ്ദേഹം അവരുടെ ശരീരത്തിലേക്ക് നോക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആ പെൺകുട്ടി പങ്കുവച്ചിരുന്നു. പക്ഷെ അവിടേക്ക് തന്നെയും ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. കാരണം കൃത്യമായി എന്തെങ്കിലും ന്യായമുണ്ടെന്ന് തോന്നണമെങ്കിൽ നമുക്ക് വരികയുണ്ടായി. അതെ അതെ അതെ. പക്ഷെ ഇതിലങ്ങനല്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഇതിലങ്ങനെയല്ല. ഇനി 2, നമ്മുടെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ പൊതുസമൂഹം ഓർക്കേണ്ട കാര്യം, ഒരുപാട് ബസ്സിൽ വെച്ച് അങ്ങനെ അൺവാണ്ടഡ് അറ്റൻഷനും മെയിൽ ഗെയ്സും ഒക്കെ സംഭവിക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ സത്യമാണ്. അതിനോടെല്ലാം നമ്മൾ കണ്ണടയ്ക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്നാൽ അതിനെ ദുരുപയോഗിക്കാൻ നമ്മൾ ആൾക്കാരെ സമ്മതിക്കരുത്. കാര്യം നാളെ ഇങ്ങനെ ഒരു പെൺകുട്ടി ജെനുവിൻലി എന്ന് പറഞ്ഞാൽ പോലും നമ്മളൊന്ന് സംശയിക്കും. നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതേപോലെ ജെനുവിൻലി ബസ്സിൽ വെച്ചിട്ട് സംഭവം ഉണ്ടായി എന്ന് ഹർഷയോടോ എന്നോടോ പറഞ്ഞാൽ പോലും നമ്മളൊന്ന് സംശയിക്കും. കാര്യം എന്താ, നമുക്ക് ഈ സംഭവമാണോ മനസ്സിൽ ഓർമ്മ വരിക. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കണമെന്നുള്ളതാണ് അഭിപ്രായം. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വട്ടിയൂർക്കാവ് വാജിദ് സാറുമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് മറ്റൊരു സബ്ജക്റ്റിലാണ് എടുത്തിരുന്നത്. അപ്പോ ഈ ഒരു വിഷയം, ഇതുപോലെ പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ട്രെയിനിൽ നിന്നും മദ്യപാനിയായ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ തള്ളിയിടുന്ന ഒരു വിഷയവും ആ പെൺകുട്ടി ഇപ്പോഴും അതിൽ നിന്നും റിക്കവറായി വന്നിട്ടില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ പക്ഷേ പെൺകുട്ടിയെ ബ്ലെയിം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിൽ പെൺകുട്ടികൾ വായടച്ച് മിണ്ടാതിരുന്നില്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും, ചുവരിൽ മാലയിട്ട് തൂങ്ങേണ്ടി വരും എന്നുള്ള രീതിയിൽ കൃത്യമായി വളരെ തുറന്നു തന്നെ ആ ഒരു വട്ടിയൂർക്കാവ് വാജിദ് സാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനോട് നമുക്ക് നിലപാട് തെറ്റാണ്. വട്ടിയൂർക്കാവ് വാജിദ് എനിക്ക് നല്ല പരിചയമുള്ള ആളാണ്, നമ്മളൊരു വലിയ പോരാളിയാണ്. പക്ഷേ എക്സ്ട്രീം സ്റ്റാൻഡ് എടുക്കണ്ട. ഞാൻ അദ്ദേഹത്തോടും പലപ്പോഴും അഭ്യർത്ഥിക്കാറുണ്ട്. അതായത് നമ്മൾ പടക്കം പൊട്ടിക്കാൻ പോകണ്ട, നമ്മൾ നെറ്റ് വിതരണം ചെയ്യാൻ പോകണ്ട. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രീമാണ്. ഞാൻ തന്നെ ബോച്ചയ്ക്ക്, അതായത് ബോബി ചെമ്മണൂർ സാർ വെളിയിൽ ഇറങ്ങിയപ്പോ ചില ആൾക്കാർ പടം പൊട്ടിക്കാനും ഇതിനൊക്കെ പോയി. ഞാൻ തന്നെ അവരുടെ ടീമിനെ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അതിൽ പങ്കെടുക്കരുത്, അത് കോടതിയെ പ്രകോപിപ്പിക്കുന്നത് പോലെയാണ് നമ്മളത് ചെയ്യരുത്. ഇതിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഈ സ്ത്രീ ഫെമിനിസ്റ്റുകളിൽ നിന്നും സ്ത്രീപക്ഷവാദികളിൽ നിന്നും ഒരുപാട് അനീതി നേരിട്ടവരാണ് നമ്മുടെ വട്ടിയൂർക്കാവ് അജിത് കുമാർ അടക്കമുള്ള ഒരുപാട് പേർ. അപ്പൊ എന്താ ഇവർക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നേരെ തിരിച്ച് ആ ഫെമിനിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളുടെ കുരു പൊട്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അതാവരുത്. ആരുടെയും കുരു പൊട്ടിക്കലല്ല, എല്ലാവർക്കും നീതി മേടിച്ചു കൊടുക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരുടെയും കുരു പൊട്ടിക്കലല്ല. അപ്പം പലപ്പോഴും അവർ ചെയ്യുന്നത് ഈ എന്താ പറയുക, കൗണ്ടർ റിയാക്ഷൻ ചെയ്യുകയാണ്. എനിക്ക് അദ്ദേഹത്തോടും അഭ്യർത്ഥിക്കാറുണ്ട്. അദ്ദേഹം വലിയൊരു ഫൈറ്ററാണ്. അദ്ദേഹം പലപ്പോഴും ഇറങ്ങി നടന്ന് ഈ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും പൊതുപരിപാടികൾ സംഘടിപ്പിക്കുകയും ജാഥകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ എനർജറ്റിക്കാണ്. ഒരു ഫേസ്ബുക്ക് പോരാളിയല്ല, ഓൺ സ്ട്രീറ്റിൽ ഇറങ്ങി നടക്കുന്ന വലിയൊരു പോരാളിയാണ്. അദ്ദേഹത്തെ ആ അർത്ഥത്തിൽ ബഹുമാനമാണ്. എന്നാൽ ചില നിലപാടുകളിൽ നമുക്ക് കുറച്ചുകൂടെ മയവും മിതത്വവും ഉണ്ടാകുന്ന നല്ലതാണ്. ഇപ്പൊ എനിക്കാണെങ്കിലും, രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ എനിക്കാണെങ്കിലും ചില കാര്യങ്ങൾ കൈവിട്ട് പോകുന്നെങ്കിൽ, വാവിട്ട് വാക്ക് പറയുന്നെങ്കിൽ അതിനൊരു മിതത്വം വേണം. കാര്യം ഈ ബാലൻസിലാണ് ഈ ലോകം നിൽക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടിയെയും അങ്ങനെ നമ്മൾ കടന്നാക്രമിക്കുന്ന ശീലമില്ല. അവിടെയാണ് മസ്താനിയുടെ വിഷയത്തിൽ ഞാനും അജിത് കുമാറും മസ്താനിയും ഒക്കെ ടി വി ചാനൽ ചർച്ചയ്ക്കിരുന്നു. ഞാൻ മസ്താനിയോട് പരസ്യമായിട്ടും ഖേദം പ്രകടിപ്പിച്ചു. മസ്താനിയെ വ്യക്തിപരമായി വിളിച്ചും പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ, ഞാൻ സവാദിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ സവാദിന്റെ വിഷയത്തിൽ മസ്താനിയെ മുമ്പ് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതിന് ഞാൻ മസ്താനിയോടൊരു ഖേദം പറഞ്ഞു. നമുക്ക് ഇവരെ ആരെയും വ്യക്തിപരമായി പരിചയമില്ലല്ലോ. ചില ആൾക്കാർ പൾസർ സുനിക്കൊക്കെ മാല ഇടാൻ പോകുന്നുണ്ട്. എന്തിനാണ് പൾസർ സുനിക്ക് മാല ഇടുന്നതിന് എന്ത് അർത്ഥമുള്ളത്? പൾസർ സുനി തെറ്റുകാരനാണെന്ന് നമ്മുടെ അതിജീവിത പറയുകയും കോടതി പറയുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ ശ്രീ ദിലീപ് നിരപരാധിയാണ്. ഇത് രക്തത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എക്സ്ട്രീം സ്റ്റാൻഡുകൾ നമ്മൾ എടുക്കണ്ട. കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള സെൻട്രിസ്റ്റ് മിതത്വമുള്ള ഒരു മിഡിൽ സ്റ്റാൻഡ്, മധ്യമാർഗം എന്നൊക്കെയാണ് മഹാത്മാഗാന്ധി ഇതിനെ പറയുന്നത്. ആ മധ്യമാർഗത്തിലെ സ്റ്റാൻഡുകൾ എടുത്താൽ മതി. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ ദീപകുമായി ബന്ധപ്പെട്ട് ദീപകിന് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് അപ്പുറ സൈഡിൽ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ദീപകിന് നീതി ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് ഞാനാണെങ്കിലും രാഹുൽ ഈശ്വറാണെങ്കിലും നമ്മളെല്ലാവരും തന്നെയും. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേഷൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും ആയിരിക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നതിനാണ്. താങ്ക് യു.